ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മൾ കക്കാർച്ചി റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കക്കാർച്ചി റോസ്റ്റിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ അച്ചമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള കക്കാർച്ചി റോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അച്ചമ്മ 2 ദിവസം വീട്ടിൽ നിൽക്കാൻ വന്നപ്പോൾ ഞാൻ അച്ചമ്മയുടെ റെസിപ്പി തട്ടിയെടുത്ത് അതിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ തന്നെ കക്കാർച്ചി നല്ലവണ്ണം വേസ്റ്റൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കക്കാർച്ചിയുടെ ഉള്ളിലുള്ള വേസ്റ്റൊന്നും കളയാറില്ല. പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് ഇത്തിരി അത്യാവശ്യം എണ്ണ ഒഴിക്കണം. കാരണം കക്കറച്ചി നമ്മൾ വറുത്ത് റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്തിരി എണ്ണ ഒഴിക്കണം. അപ്പം ഉപ്പിട്ട് തന്നെ പെട്ടെന്ന് സവാള വാടി കിട്ടും. അപ്പോൾ സവാള ഒന്ന് റോസ്റ്റായി ഒരു കളറൊക്കെ ഷെയ്ഡ് മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇത്തിരി ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കണം. ഇതാണ് ആ കക്കാർച്ചി റോസ്റ്റിന് ഇത്തിരി കൂടി ടേസ്റ്റ് കൂട്ടുന്നൊരു സാധനം ഇതാണ്. അപ്പം നമ്മൾ ഈ തേങ്ങ അരമുറി ചിരണ്ടിയിട്ട് ഇതുകൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇത്തിരി നമുക്ക് ഒരു നല്ലൊരു ടേസ്റ്റാണത്. ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ കക്കാറച്ചി അതിന് മുമ്പ് തന്നെ വേവിച്ച് വെക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കാൻ വെക്കേണ്ടത്. അങ്ങനെ അത് വേവിച്ച് കക്കാർച്ചി നമ്മൾ വെള്ളം കളഞ്ഞ് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കക്കാർച്ചി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഇങ്ങനെ കിടന്ന് നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിക്കണം. കാരണം നമുക്ക് വറുത്താണ് കക്കാർച്ചി കിട്ടേണ്ടത്. അത് വറുത്ത് റോസ്റ്റായി കിട്ടണം. അപ്പം അതിന് എണ്ണ അത്യാവശ്യം ഒഴിക്കണം. അപ്പം ആദ്യം തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ എണ്ണയിൽ നമ്മൾ നന്നായിട്ട് കക്കാർച്ചി ആ തേങ്ങയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടി കിടന്ന് അങ്ങോട്ട് ഇതൊക്കെ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം അങ്ങ് നല്ലവണ്ണം എല്ലാം തിരുമ്മി കൂട്ടി ഒന്ന് പൊത്തി വെച്ചേച്ച് നമുക്ക് പോയി ജീരകവും കുരുമുളകും നമ്മൾ ഈ മറ്റേ ചതക്കണ കല്ലിലിട്ട് ചതച്ചെടുക്കണം. നമുക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മളിപ്പോൾ സോസ് പാനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കുരുമുളകും ജീരകവും കൂടി പൊടിച്ചെടുക്കണം. നന്നായിട്ട് ചതച്ചെടുക്കണം. ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ മിക്സിയിലെ ജാറിലിട്ടിട്ട് വേണമെങ്കിൽ ക്രഷ് ചെയ്തെടുക്കാം. പക്ഷേ അതിനേക്കാൾ നല്ലത് നമുക്കിത്തിരി കടിക്കാൻ കിട്ടുന്ന പരുവത്തിന് നമ്മൾ ഇതിങ്ങനെ ഇട്ട് ചതച്ചെടുക്കുമ്പോൾ ഇത്തിരി കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ കിട്ടും. അപ്പോൾ അതങ്ങനെ ചതച്ചെടുത്തിട്ട് നമ്മളപ്പോൾ ആ കക്കാർച്ചിയിലോട്ട് ചേർത്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കക്കാർച്ചിയുടെയൊക്കെ സവോളയുടെയൊക്കെ ഏകദേശം കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ വീഡിയോ സ്പീഡിൽ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പത്തിൽ തോന്നുന്നത്. പക്ഷേ ഇത്തിരി നേരം സമയമെടുത്തുള്ള പരിപാടി. കാരണം ഈ എണ്ണയിൽ കടന്ന് കക്കാർച്ചി നന്നായിട്ട് റോസ്റ്റായി കിട്ടണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ അതാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ എണ്ണയിൽ ആ കളർ മാറി വരണം. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് ആ കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ചട്ടിയുടെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിവർഗ്ഗങ്ങളായ എല്ലാം ചേർത്ത് കൊടുക്കണം. അതായത് മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇങ്ങനത്തെ പൊടി ഐറ്റംസ് എല്ലാം ചേർക്കണം. പിന്നെ നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കക്കാർച്ചിയിൽ റോസ്റ്റിൽ ചേർക്കണം. നമ്മളിവിടെ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല, ഇത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും ആണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ചില ആൾക്കാർ പിന്നെ കുറച്ചുകൂടി ഗരം മസാലയൊക്കെ ചേർക്കാറുണ്ട്. നമ്മൾ ഇത്രയും പൊടികളെ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് വീണ്ടും ആ പൊടിയിലൊക്കെ നന്നായിട്ട് മിക്സാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇവിടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി ഒന്ന് കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കക്കാർച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.